കഴിഞ്ഞ കാലത്ത് നിങ്ങൾക്ക് സംഭവിച്ച ദുരന്തങ്ങളെ ഓർത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഉണർന്ന് കരയണം. നിങ്ങളുടെ അവസ്ഥകളെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ആരായിരിക്കുവാൻ വേണ്ടി ദൈവം വിളിച്ചെന്നും നിങ്ങൾക്ക് അത് എങ്ങനെ ആകാൻ കഴിഞ്ഞില്ലെന്നും നിങ്ങളുടെ പിന്മാറ്റത്തെ കണ്ടുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഉണർന്ന് കരയണം. പക്ഷെ ഇവിടെ നമ്മൾ അലമുറയിടുക എന്ന് പറയുന്നത് ദുരന്തം മുന്നിൽ കണ്ടുകൊണ്ട് അലമുറയിടുന്നതാണ്. നമ്മൾ അലച്ചു കൂവുന്നത് കഴിഞ്ഞ കാലം കണ്ടിട്ടല്ല, പലപ്പോഴും മുന്നിലത്തെ ദുരന്തം കണ്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഹൗളിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ഹൗളി എന്ന് പറയുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ വെയിൽ എന്നുള്ള വാക്ക് ദുരന്തം മുന്നിൽ കണ്ടുകൊണ്ട് അലമുറയിടുകയാണ്. ഇപ്പോൾ വഴിയിലോട്ട് നമ്മൾ നടന്നു പോകുന്ന കൂട്ടത്തിൽ മൂർഖം പാമ്പ് ഇങ്ങനെ പത്തിയും വിടർത്തി നിൽക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എന്തുകൊണ്ട് വിശേഷം, കണ്ടിട്ട് ഒത്തിരി കാലമായല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ കൈ കൊടുത്തേച്ചൊന്നും അല്ലല്ലോ പോകുന്നത്, ആണോ? ഒരുമാതിരി ബോധമുള്ളവനാണെങ്കിൽ എന്ത് ചെയ്യും? ഹി വിൽ ടേൺ ബാക്ക്. അവൻ എന്ത് ചെയ്യാണ്? തിരിഞ്ഞോടുകയാണ്. ചിലപ്പോൾ അലറിക്കൊണ്ടായിരിക്കും, പാമ്പ് എന്ന് പറഞ്ഞാൽ അലറിക്കൊണ്ടായിരിക്കും ഓടുന്നത്. ഇവിടുത്തെ പ്രശ്നം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യോവേൽ പ്രവാചകൻ പറയുന്നത്, നിങ്ങളുടെ മുമ്പിലുള്ള ദുരന്തത്തെ എന്തുകൊണ്ട് കാണുന്നില്ല? ഒന്ന്, നിങ്ങൾ കഴിഞ്ഞ കാലത്തെ ദുരന്തങ്ങളിൽ നിന്ന് പാഠം പഠിച്ചില്ല, അതൊരു പ്രശ്നം. രണ്ടാമത്, വരാൻ പോകുന്ന ദുരന്തത്തെ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. മുന്നിലെ ദുരന്തം കാണാൻ നിങ്ങൾ കൂട്ടാക്കുന്നില്ല. കഴിഞ്ഞ കാലം ഓർത്ത് അനുതാപത്തോടുകൂടെ നിങ്ങൾ കരയണം. എന്നാൽ അനുതാപം മാത്രം പോരാ, മുന്നിലെ ദുരന്തം കണ്ടിട്ട് നമ്മൾ കരഞ്ഞുകൊണ്ട് തിരിഞ്ഞോടണം. അപ്പം പലപ്പോഴും ആളുകൾക്കുണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ട്, അനുതാപമുണ്ട് പക്ഷെ മാനസാന്തരമില്ല. അനുതാപം എന്ന് പറയുന്നത് നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തെ കണ്ട് അതിനെ ഓർത്ത് അതിനെ മനസ്സിലാക്കി നമ്മൾ എന്ത് ചെയ്യുകയാണ്? ദുഃഖിക്കുകയാണ്. ഐ എം സോറി ഫോർ വാട്ട് ഐ ഡിഡ് ഇൻ മൈ പാസ്റ്റ്. കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ ചെയ്ത കാര്യങ്ങളെ ഓർത്ത് ഞാൻ അനുതപിക്കുന്നു. അനുതാപം എപ്പോഴും എന്താണ് എന്നെ അനുതാപത്തിലേക്ക് നയിക്കുന്നത്? മൈ പാസ്റ്റ് ലൈഫ് അല്ലെങ്കിൽ മൈ പ്രസന്റ് ലൈഫ്. പക്ഷേ മാനസാന്തരം എന്ന് പറയുന്നത് മടങ്ങിപ്പോക്ക് മുന്നിലുള്ള ദുരന്തത്തെ കണ്ടുകൊണ്ടാണ്. അതുകൊണ്ട് യോവേൽ പറയുന്ന കാര്യം ഇതാണ്, നിങ്ങൾ ഇപ്പോഴത്തെ ഈ സ്റ്റേജ് മാത്രം, അല്ലെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ കാലത്തെ ഓർത്ത് കരയുന്നത് മാത്രം പോരാ, മുന്നിലുള്ള ദുരന്തത്തെ കണ്ട് അലമുറയിടുക, എന്നിട്ട് മടങ്ങി വരിക. കാരണം മുന്നിൽ ദുരന്തമാണ്. ഞാനൊരു കാര്യം പറയാം, നമ്മുടെ ചിന്ത ഓരോരുത്തരുടെയും പാപത്തിന്റെ സ്റ്റേജൊക്കെ അനുസരിച്ച് പല ഡെസ്റ്റിനേഷനിൽ അവർ ചെല്ലുന്നതെന്നാണ്. അറിയാതെയാണെങ്കിലും ചിലപ്പോൾ ചോദിച്ചാൽ അങ്ങനെ പറഞ്ഞില്ലെങ്കിലും. അതുകൊണ്ടാണ് ഞാൻ രാവിലെ പറഞ്ഞ പാട്ട് പറഞ്ഞു, ഞാനങ്ങനെ ദൈവത്തിന് നിരക്കാത്തതൊന്നും ചെയ്യുന്നില്ല അച്ഛാ. അതായത് ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി ഒരു നരകവും, വലിയ കുഴപ്പമില്ലാതെ ജീവിക്കുന്ന എന്നാൽ ദൈവത്തിൻ്റെ പെർഫെക്റ്റ് വില്ലിൽ അല്ലാത്തവർക്ക് മറ്റൊരു നരകവും, ഇടയ്ക്ക് കിടക്കുന്നവർക്ക് മറ്റൊരു നരകവും, പിന്നെ ദൈവത്തിൻ്റെ പെർഫെക്റ്റ് വില്ലിൽ ജീവിക്കുന്നവന് സ്വർഗവും. അങ്ങനെയൊന്നുമില്ല. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. രണ്ട് ഡെസ്റ്റിനേഷൻസേ നമ്മുടെ മുമ്പിലുള്ളൂ, രണ്ട് വഴിയേ നമ്മുടെ മുമ്പിലുള്ളൂ. വേദപുസ്തകത്തിലുടനീളം നമ്മളെ പരിചയപ്പെടുത്തുന്നത് രണ്ട് വഴികൾ എന്നുള്ളതാണ്. ഒന്ന് പാപിയുടെ വഴി, രണ്ട് വിശുദ്ധന്റെ വഴി. അല്ലാതെ ചെറിയ പാപിയുടെ വഴിയും വലിയ പാപിയുടെ വഴിയും ഇല്ല. അതുകൊണ്ട് തന്നെ ഡെസ്റ്റിനേഷനും രണ്ടേ ഉള്ളൂ. പിന്മാറ്റക്കാരൻ്റെ വഴി എന്ന് പറഞ്ഞൊരു മൂന്നാമത്തെ വഴി പോലും ഇല്ല. പിന്മാറ്റക്കാരൻ്റെ വഴി എങ്ങോട്ടാണ് ചെല്ലുന്നതെന്നറിയാമോ? ഒരു ഷോർട്ട് കട്ട് അടിച്ച് നേരെ ചെന്ന് കയറുന്നത് പാപിയുടെ വഴിയിലോട്ടാണ്. അല്ലാതെ പിന്മാറ്റക്കാരൻ്റെ വഴി എന്ന് പറഞ്ഞ് വേറെ വഴിയൊന്നുമില്ല. പിന്മാറ്റക്കാരൻ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ എവിടെ തന്നെ ആയിരിക്കും? പാപിയുടെ വഴി തന്നെ ആയിരിക്കും. അതുകൊണ്ട് ആ വഴികൾ, അതായത് മുന്നിലെ ദുരന്തം കാണുമ്പോഴാണ്, ആ മുന്നിലെ ദുരന്തം കാണുമ്പോഴാണ് നമ്മൾ പിന്തിരിയുന്നത്. പിന്മാറ്റക്കാരൻ തിരിഞ്ഞ് അവൻ എവിടെ നിന്ന്, അതായത് വിശുദ്ധിയുടെ വഴിയിൽ നിന്ന്, ദൈവത്തിൻ്റെ പൂർണ്ണഹിതത്തിൻ്റെ വഴിയിൽ നിന്ന് പിന്മാറ്റത്തിൻ്റെ വഴിയിലേക്ക് പോയവൻ അവൻ്റെ ഡെസ്റ്റിനേഷൻ കാണണം. അവൻ എങ്ങോട്ടാണ് പോകുന്നെന്നുള്ളത് കാണണം. അവൻ്റെ വരാൻ പോകുന്ന ദുരന്തം കാണണം. ഇതാണ് പിന്മാറ്റക്കാർക്ക് പറ്റുന്ന അപകടം. അവർ ചിന്തിക്കുന്നത്, ഞാൻ പാപിയല്ലല്ലോ, ഞാൻ ഒരിക്കൽ കർത്താവിനെ സ്വീകരിച്ചതല്ലേ, അതുകൊണ്ട് അവൻ്റെ ഡെസ്റ്റിനേഷൻ അവൻ മനസ്സിലാക്കുന്നില്ല. അവൻ ചിന്തിക്കുന്നത്, ഇങ്ങനെയൊക്കെ ജീവിച്ചാലും ഏറ്റവും ഒടുവിൽ ദൈവം എന്നെ അങ്ങ് കൊണ്ടുപോകുമെന്നുള്ളൊരു ചിന്തയാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. പക്ഷേ ഇവിടെ യോവേൽ പ്രവാചകൻ പറയുന്നത്, നിന്റെ കഴിഞ്ഞ കാലങ്ങളെ ഓർത്ത് നീ അനുതപിക്കണം. നിന്റെ മുമ്പിലത്തെ വരാൻ പോകുന്ന ദുരന്തത്തെ ഓർത്ത് നീ അലമുറയിട്ട് കരയണം. കാരണം ഇപ്പോഴത്തെ നിന്റെ വഴി എങ്ങോട്ടാണ്? നാശത്തിലേക്കാണ്. പാപത്തിൻ്റെ വഴി ചെന്നെത്തുന്നത് നരകത്തിലേക്കാണ്. പ്രിയമുള്ളവരെ, നിത്യതയിൽ രണ്ട് ഡെസ്റ്റിനേഷൻസേ ഉള്ളൂ. ഒന്നുകിൽ നമ്മുടെ മണവാളനായ യേശു കർത്താവിനോട് ഒരുമിച്ച് നമുക്കുള്ള സ്വർഗീയവാസം, അതല്ലെങ്കിൽ പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യ നരകത്തിലേക്കുള്ള യാത്ര. അതുകൊണ്ട് പിന്മാറ്റക്കാരന് ഒരു വഴിയും, അതിനകത്ത് തന്നെ കൂടിയ പിന്മാറ്റക്കാരന് മറ്റൊരു വഴിയും മറ്റൊരു ഡെസ്റ്റിനേഷനും ഇല്ല. ആ മുന്നിലെ ദുരന്തം കണ്ടു കഴിയുമ്പോൾ അവിടെയാണ് മാനസാന്തരം ഉണ്ടാകുന്നത്. മാനസാന്തരം എന്ന് പറഞ്ഞാൽ എന്താണ്? ടേണിംഗ് ബാക്ക്. ശരിക്കും വേദപുസ്തകത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വാക്കാണ് മെറ്റനോയ എന്ന് നമ്മൾ ന്യൂ ടെസ്റ്റ്മെന്റ് ഉപയോഗിക്കുന്നു, ഷൗബ് എന്ന് നമ്മൾ ഓൾഡ് ടെസ്റ്റ്മെന്റ് ഉപയോഗിക്കുന്ന തിരിയുക. അത്രേ ഉള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടേൺ ബാക്ക്. ഏത് ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നോ അവിടെ നിന്ന് തിരികെ വരിക.
കാര്യം മുന്നിലത്തെ ദുരന്തം കാണുമ്പോഴാണ്. കുഴപ്പമില്ലാത്തൊരു വഴി കൂടെ പോകുന്നതായിരിക്കും ഞാൻ ചിന്തിക്കുന്നത്. മൂർഖൻ പാമ്പ് 10 വിടർത്തി നിൽക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അപകടമാണ്, മരണമാണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? അലറി കൂവിക്കൊണ്ട് ഞാൻ തിരികെ വരുന്നു. ഈ തിരിച്ചുവരവാണ് ഇന്ന് പലപ്പോഴും നമുക്ക് ഉണ്ടാകാത്തത്. പലപ്പോഴും നമുക്കുള്ള പ്രശ്നം എന്നറിയാമോ? നമുക്ക് കുറേയൊക്കെ അനുതാപം ഞാൻ പറഞ്ഞത്, വി ഫീൽ സോറി ഫോർ വാട്ട് വി ഡിഡ്. അത് അത്യാവശ്യമാണ്, പക്ഷേ ദാറ്റ് ഇറ്റ് സെൽഫ് ഈസ് നോട്ട് ഇനഫ്. വാട്ട് ഈസ് നീഡഡ് ഈസ് ടു ടേൺ ബാക്ക്. പിന്തിരിഞ്ഞു വരേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് ജോവേൽ പറയുകയാണ്, എന്ത്? നിന്റെ കഴിഞ്ഞകാല പാപങ്ങളെ ഓർത്ത് നീ അനുതപിക്കുക, വരാൻ പോകുന്ന ദുരന്തത്തെ ഓർത്ത് അലമുറയിടുക. ഇനി അടുത്തതായിട്ട് 8-ാമത്തെ വാക്യം, ഞാൻ ഇച്ചിരി സ്പീഡിൽ നമ്മൾ പോവുകയാണ്. 8-ാമത്തെ വാക്യം അവിടെ വായിക്കുമ്പോഴത്തേക്ക് അവിടെ വേറൊരു വാക്കാണ് ഉപയോഗിക്കുന്നത്. യൗവനത്തിലെ ഭർത്താവിനെ ചൊല്ലി രട്ടുടുത്തിരിക്കുന്ന കന്യകയെ പോലെ വിലപിക്കുക. ലമന്റ്, വിലപിക്കുക, ലമന്റ്. യൗവനത്തിലെ ഭർത്താവിനെ ചൊല്ലി രട്ടുടുത്തിരിക്കുന്ന കന്യകയെ പോലെ. ഈ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. കല്യാണം കഴിഞ്ഞു അല്ലേ? കല്യാണം കഴിഞ്ഞതുകൊണ്ടാണല്ലോ ഭർത്താവിനെ പോലെ എന്ന് പറയുന്നത്. ശരിക്കും ജൂയിഷ് പശ്ചാത്തലത്തിൽ വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ തന്നെ പറയുന്നത് ഭർത്താവെന്നാണ്. കാരണം വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എന്താ, നമുക്കൊക്കെ കല്യാണത്തിൻ്റെ തലേദിവസം വേണമെങ്കിലും, വിവാഹ നിശ്ചയം കഴിഞ്ഞാലും നമുക്ക് കല്യാണത്തിൻ്റെ തലേദിവസം വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒഴിവാകാം. പക്ഷേ ജൂയിഷ് പശ്ചാത്തലത്തിൽ അത് പറ്റത്തില്ല. വൺസ് യു ആർ ബെട്രോത്തഡ് ടു എ പേഴ്സൺ, യു ആർ ഹസ്ബൻഡ് ആൻഡ് വൈഫ്. അതുകൊണ്ടാണ് മറിയയുടെ കാര്യത്തിലാണെങ്കിലും ദൂതൻ വന്ന് പറയുന്നത് എന്താ, നിന്റെ ഭാര്യയെ, വിവാഹ നിശ്ചയം കഴിഞ്ഞതേ ഉള്ളൂ, പക്ഷേ പറയുന്നത് നിന്റെ ഭാര്യയെ ചേർത്ത് കൊള്ളുവാൻ നീ മടിക്കണമെന്ന്. ഭാര്യയെ എന്നാണ് പറയുന്നത്, അല്ലാതെ ഭാര്യയെ ആക്കാനുള്ള, നമ്മളങ്ങനെ പറയുന്നില്ല. നമ്മൾ കല്യാണം നിശ്ചയം കഴിഞ്ഞാൽ കൊണ്ട് തന്നെ ഭാര്യയും ഭർത്താവും നല്ലല്ലോ പറയുന്നത്, ഇല്ലേ? വിവാഹ നിശ്ചയം കഴിഞ്ഞെന്ന്. പക്ഷേ ജൂയിഷ് പശ്ചാത്തലത്തിൽ വൺസ് യു ആർ ബെട്രോത്തഡ്, ഇറ്റ് ഈസ് ജസ്റ്റ് ആസ് ഗുഡ് ആസ് എ മാരേജ്. അതുപോലെ തന്നെയാണ്. പക്ഷേ നിങ്ങൾ ഒരുമിച്ച് ജീവിച്ചു തുടങ്ങിയിട്ടില്ലെന്നുള്ളതേ ഉള്ളൂ. ഒരുമിച്ച് ജീവിച്ചു തുടങ്ങിയില്ല. മറിയയും യോസഫും ഒരുമിച്ച് ജീവിച്ചു തുടങ്ങിയില്ല, പക്ഷേ ദേ വർ ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ഭാര്യയും ഭർത്താവുമാണ്. ഓക്കെ, ഇതുപോലെ യൗവനത്തിലെ ഭർത്താവിനെ ചൊല്ലി രട്ടുടുത്തിരിക്കുന്ന കന്യകയെ പോലെ. ഷീ ഈസ് ബെട്രോത്തഡ് ടു എ ഹസ്ബൻഡ്, ബട്ട് വാട്ട് ഹാപ്പൻ? മരിച്ചുപോയി, വിധവയായി തീർന്നു. കല്യാണം കഴിഞ്ഞു, ഭർത്താവ് നഷ്ടപ്പെട്ടു, വിധവയാണ്. ആ വിധവ എങ്ങനെ കരയുമോ അതുപോലെ കരയാൻ, ആ വിധവ മരിച്ച ഭർത്താവിനെ ചൊല്ലി എങ്ങനെ വിലപിക്കുമോ അതുപോലെ വിലപിക്കാൻ. അപ്പോൾ ആദ്യം പറഞ്ഞ എന്താണ്? ബോധത്തോടുകൂടെ കരയുക. അതായത് നിങ്ങൾ ആരാണെന്നും, നിങ്ങൾ ആരാകാനുള്ളവനാണെന്നും, നിങ്ങൾ ഇപ്പോൾ ഏതവസ്ഥയിലാണെന്നും ഒക്കെ മനസ്സിലാക്കി, നമ്മുടെ കഴിഞ്ഞ കാലത്ത് എത്രത്തോളം ദൈവസാന്നിധ്യത്തിൽ നമ്മൾ പിന്മാറിപ്പോയി എന്നുള്ളതിനെക്കുറിച്ച് നമ്മുടെ അവസ്ഥ മനസ്സിലാക്കി നിങ്ങൾ കരയണം. 2, ഈ അവസ്ഥയിൽ മുന്നോട്ട് പോയാൽ, നിങ്ങളുടെ പിന്മാറ്റത്തിൻ്റെ അവസ്ഥയിൽ മുന്നോട്ട് പോയാൽ നിങ്ങളുടെ മുമ്പിലുള്ള ഡെസ്റ്റിനേഷൻ എന്താണ് എന്നുള്ളത് അറിഞ്ഞ് നിങ്ങൾ അലമുറയിടണം. 3, വിവാഹിതയായ ഒരു കന്യക അവളുടെ ഭർത്താവ് മരിച്ചാൽ എപ്രകാരം വിലപിക്കുമോ അതുപോലെ വിലപിക്കണം. ഇന്ന് പലരുടെയും ആത്മീയ അവസ്ഥ ഇതുപോലെയുള്ളൊരു വൈധവ്യത്തിൻ്റെ അവസ്ഥയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വിവാഹം കഴിഞ്ഞു എന്നുള്ളത് ശരിയാണ്, പക്ഷേ ഭർത്താവും ഒരുമിച്ചുള്ള ജീവിതമല്ല. വിവാഹം കഴിഞ്ഞ പല ആളുകളും ഇന്ന് ജീവിക്കുന്നത് ഭർത്താവിനോടുകൂടെയല്ല, വൈധവ്യത്തിൻ്റെ അവസ്ഥയാണ്. യേശു അവൾക്ക്, അല്ലെങ്കിൽ ഈ വിവാഹം കഴിഞ്ഞ് നമ്മൾ പറയുന്ന ആളുകൾക്ക് യേശു ഒരു യാഥാർത്ഥ്യമല്ല. ഇന്നത്തെ സഭയുടെ ഒരു വലിയ പ്രശ്നം, സഭയിലെ 90% ആളുകൾക്കും യേശു ഒരു ആത്മയാഥാർത്ഥ്യമല്ല, യേശുവുമായിട്ടുള്ള ബന്ധം. അതുകൊണ്ട് തന്നെ ഞാൻ ശിഷ്യത്വത്തെക്കുറിച്ചുള്ള ക്ലാസ്സുകളിലും മറ്റും വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ യേശുവിനെ നോക്കി വേണം യേശുവിൻ്റെ പിന്നാലെ പോകാൻ, അല്ലാതെ വസ്തുക്കൾ നോക്കി പോകരുത്. യേശു തരുന്ന കാര്യങ്ങളെ നോക്കി പോകരുത്. യേശു നമുക്ക് പലപ്പോഴും ഒരു മീൻസാണ്, ഒരു ഉപാധിയാണ്. എന്തിന്? കാര്യങ്ങൾ കിട്ടാനുള്ള ഒരു ഉപാധിയായിട്ടാണ് പലപ്പോഴും യേശുവിനെ ആളുകൾ പ്രസൻറ്റ് ചെയ്യുന്നത് പോലും. യേശുവിനെ ഒരു മണവാളനായിട്ട് പ്രസംഗിക്കുന്ന എത്ര സുവിശേഷ പ്രസംഗങ്ങളുണ്ട്. നമ്മൾ യേശുവിനെ ഒരു മണവാളനായിട്ട് പലപ്പോഴും ആളുകൾ യേശുവിനെ സ്വീകരിക്കുന്നത്. കുതുമലച്ചൻ വാസ്തവത്തിൽ എന്താണ് നല്ലൊരു ആർട്ടിക്കിൾ ഹീസ് റൈറ്റിംഗ് ഇൻ മലങ്കര ശബ്ദത്തിൽ എന്താണ് കാന്തയെക്കുറിച്ചുള്ള നല്ല ഒരു വിവരണം അദ്ദേഹം നൽകുന്നുണ്ട്. പക്ഷേ ഇന്ന് സാധാരണ ഒരു ക്രൂസൈഡ് പ്രസംഗത്തിൽ യേശു കാന്തനാണെന്ന്, നമ്മൾ കാന്തയാണെന്ന് ആരും പറയുന്നുണ്ട്. ഒരു സാധാരണ ക്രൂസൈഡ് പ്രസംഗത്തിൽ ഇന്ന് പറയുന്നത് എന്താണ്? യേശു നിനക്ക് എന്തൊക്കെ തരും, നീ യേശുവിനെ വിളിച്ചാൽ നിനക്ക് എന്തൊക്കെ കിട്ടും. ഞാൻ കഴിഞ്ഞ ദിവസം മീറ്റിങ്ങിൽ പ്രസംഗിച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. പത്രോസ് പ്രസംഗിച്ചപ്പോഴത്തേക്ക് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടവരായി വന്നിട്ട് ചോദിച്ചു, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യണം? വാട്ട് ഷാൽ വി ഡു? ഇന്ന് ആളുകൾ വന്ന് ചോദിക്കുന്ന അങ്ങനെയല്ല. സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾക്ക് എന്ത് കിട്ടും? മീറ്റിംഗ് കഴിയുമ്പോൾ ആളുകൾ വന്ന് ചോദിക്കുന്നത് ഞങ്ങൾക്ക് എന്ത് കിട്ടും, അതേ ചോദിക്കുന്നുള്ളൂ. അവരാരും ചോദിക്കുന്നത് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന്. എന്തുകൊണ്ടാണ്? നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന യേശു അങ്ങനെ ഒരു യേശുവാണ്. നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന യേശു നമ്മുടെ മണവാളനായ യേശുവായിട്ടല്ല.
യേശുവിനെ അല്ല നമ്മൾ കൊടുക്കുന്നത്, യേശു കൊടുക്കുന്ന കാര്യങ്ങളെയാണ് നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ട് യേശു വിശ്വാസികളിൽ തന്നെ നല്ലൊരു ശതമാനത്തിന് ഒരു യാഥാർത്ഥ്യമല്ല. ഭർത്താവും ഒന്നിച്ച് ജീവിക്കാൻ കഴിയാത്ത ഒരു സ്ത്രീ എപ്രകാരം വിലപിക്കുന്നുവോ അതുപോലെ ഇന്ന് സഭയിലെ ജനങ്ങൾ വിലപിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. കാരണം യേശു ആത്മമണവാളനായിട്ട് നമുക്ക് ഒരു യാഥാർത്ഥ്യമായിട്ട് അനുഭവിക്കുന്നില്ല. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം നമുക്കറിയാമല്ലോ. അന്ന് പല ആളുകളും വന്ന് എന്നോട് കർത്താവേ ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പറയും. ആ നാളുകളിൽ പറയും, ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്ന എന്നെ വിട്ടു പോകുവിൻ. ഇവരെല്ലാവരും പറഞ്ഞതെല്ലാം അവരെന്തോ ചെയ്തെന്നാ, അവർ കർത്താവിന് വേണ്ടി എന്തൊക്കെ ചെയ്തു. അപ്പം അതിൻ്റെ പേരിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്വർഗത്തിലങ്ങ് കയറി ചെല്ലാമെന്ന് ഇവർ ചിന്തിച്ചത്. പക്ഷേ ഒരു കാര്യം ഇവർ മറന്നു, ഇതല്ല ഇവർ ചെയ്തത് എവിടെയാ? സഭാഗോളിനകത്ത് ഇവരിതൊക്കെ ചെയ്തു എന്നുള്ളത് ശരിയാണ്. പക്ഷേ സഭായോഗത്തിന് പുറത്ത് കഴിഞ്ഞാൽ അവർ അധർമ്മം പ്രവർത്തിക്കുന്നവരായിരുന്നു. ഞാൻ പലപ്പോഴും ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് പ്രിയമുള്ളവരെ, സഭാഗോളിനകത്തെ നിങ്ങളുടെ പ്രവൃത്തി നോക്കിയല്ല നിങ്ങളെ ദൈവം സ്വർഗത്തിൽ കയറ്റുന്നത്. സഭായോഗത്തിന് പുറത്ത് നിങ്ങൾ എന്തോ ചെയ്യുന്നു അത് നോക്കിയാണ് ദൈവം സ്വർഗത്തിൽ കയറ്റുന്നത്. നമ്മുടെ ഒരു തെറ്റിദ്ധാരണയുണ്ട്, സഭാഗോളിനകത്ത് നമ്മൾ എന്തൊക്കെ കാണിക്കുന്നോ സഭാഗോളിനകത്തെ പെർഫോമൻസ് വെച്ചാണ് നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നത്. അല്ല, സഭാഗോളിന് പുറത്ത് നമ്മൾ എന്താ ചെയ്യുന്നതെന്നുള്ളതാണ് വിഷയം. സഭാഗോളിന് പുറത്ത് നമുക്ക് യേശു ആരാണ്? ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ. സഭാഗോളിന് പുറത്ത് അവൻ ആത്മമണവാളനാണെങ്കിൽ അവൻ എല്ലായിടത്തും ആത്മമണവാളനാണ്. ഇവിടെ ഞാൻ ഈ ഭാഗം വായിച്ചപ്പോൾ ഞാൻ ആലോചിച്ചു, ഇവരെല്ലാവരും അവർ ചെയ്ത കാര്യത്തെക്കുറിച്ച് പറഞ്ഞു, പ്രവചനവും അന്യഭാഷയും വീര്യപ്രവൃത്തിയെല്ലാം പറഞ്ഞു. ഇവരാരും ചോദിക്കുന്നില്ല, കർത്താവേ നീ എന്താ ഞങ്ങൾക്ക് തുറന്നു തരാത്തത്? നീ ഞങ്ങളുടെ ആത്മമണവാളനല്ലേ? ഞാൻ നിന്റെ കാന്തയല്ലേ? നീ എൻ്റെ കാന്തനല്ലേ? നിനക്ക് എങ്ങനെ എനിക്കെതിരെ വാതിൽ കൊട്ടിയടയ്ക്കാൻ പറ്റുമെന്ന് ആരെങ്കിലും ചോദിച്ചോ? ഇല്ല. കാരണം അവർക്ക് ആർക്കും അപ്രകാരമുള്ള ഒരു ബന്ധമില്ലായിരുന്നു.